മാത്രമല്ല നമ്മുടെ വീട്, സ്കൂൾ, പരിസരം, ചിന്തകൾ, മനസ്സ് ഇവയെല്ലാം ശുചിയായി സൂക്ഷിക്കുന്നതാണ് വൃത്തി എന്നതിന്റെ യഥാർത്ഥ അർത്ഥം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അവന്റെ വൃത്തിയിലൂടെ തന്നെ തിരിച്ചറിയാൻ കഴിയും. ശരീര ശുചിത്വം ആരോഗ്യത്തിന് അനിവാര്യമാണ്. നാം ദിവസേന കുളിക്കുക, കൈകൾ കഴുകുക, വസ്ത്രങ്ങൾ ശുചിയായി ധരിക്കുക എന്നിവ ചെയ്യുമ്പോൾ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ശുചിത്വം പാലിക്കാത്തത് രോഗങ്ങൾക്ക് വഴിവെക്കും. പനി, വയറിളക്കം, ചർമ്മരോഗങ്ങൾക്കും പലപ്പോഴും അശുചിത്വത്തിന്റെ ഫലമാണ്. രോഗമില്ലാത്ത ജീവിതം തന്നെയാണ് വലിയ സമ്പത്ത് എന്നത് നമ്മൾ എല്ലാവരും അറിയുന്ന സത്യമാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. ചുറ്റുപാടുകൾ ശുചിയായിരിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ രാജ്യം ശുചിയായി നിലനിർത്താൻ സർക്കാർ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യ വൃത്തിയുള്ള രാജ്യമായി മാറ്റുകയാണ്. വൃത്തിയുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ആത്മവിശ്വാസം, അഭിമാനം ഉണ്ടാകും. വൃത്തിയുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും ഉത്സാഹവും ഉണ്ടാകും. അതുകൊണ്ട് വൃത്തി എന്നത് ശരിക്കും ഒരു ശക്തിയാണ്. അത് ആരോഗ്യത്തിന്റെ ശക്തി, ആത്മവിശ്വാസത്തിന്റെ ശക്തി, സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ശക്തി കൂടിയാണ്. ശുചിത്വം ദൈവത്വത്തോട് ചേർന്നതാണ് എന്ന പഴമൊഴി നമുക്ക് ഓർമ്മിക്കാം. ശുദ്ധമായ ചിന്തകളും നല്ല പ്രവൃത്തികളുമുള്ള മനസ്സ്, അത് തന്നെയാണ് യഥാർത്ഥ വൃത്തി എന്ന് പറയാം. അതുകൊണ്ട് നാം ഓരോരുത്തരും ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ വൃത്തിയിലേക്ക് ശ്രദ്ധ ചെലുത്തണം. മാലിന്യങ്ങളുടെ വിട്ടുകളയാതെ കുപ്പയിൽ നിക്ഷേപിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, കൈകൾ ശുചിയായി സൂക്ഷിക്കുക. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ സാധ്യമാകുന്നത്. വൃത്തിയാണ് ശക്തി എന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പാക്കാം. നാം വൃത്തിയുള്ള വ്യക്തികളായി മാറുമ്പോൾ നമ്മുടെ കുടുംബവും സമൂഹവും രാജ്യവും ശക്തമാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയമാണ് എന്റെ സ്വപ്നം എന്നത്. കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ എല്ലാവരും കാണുന്ന സ്വപ്നം ഒരേപോലെയല്ല. ഇപ്പൊ ഞാൻ കാണുന്നതല്ലായിരിക്കും പക്ഷെ നിങ്ങൾ കാണുന്നത്. എന്റെ ആഗ്രഹം എന്നത് ഒരു നല്ലൊരു എല്ലാവർക്കും അറിവുകൾ പകർന്ന് തരുന്ന ടീച്ചറാവുക എന്നാണ്. അതേപോലെ നിങ്ങൾക്കും ഉണ്ടാവും കുറെ സ്വപ്നങ്ങൾ. ഈ പ്രസംഗം എനിക്ക് പറയുന്ന നേരത്തെ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. നമ്മുടെ സ്വന്തം അബ്ദുൽ കലാം സാറിന്റെ വരികൾ. അദ്ദേഹം ഒരു ലേഖനത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാതെ ഇരിക്കുന്നതാണ് സ്വപ്നം എന്ന്. ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ചെറിയ സ്വപ്നങ്ങൾ മാത്രമല്ല, പകരം വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ഈ സ്വപ്നങ്ങൾ കാണുന്നതോടൊപ്പം നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കുന്ന അത്രയും
എപ്പോഴും സ്വപ്നങ്ങൾ വളരെ ചെയ്യും. സ്വപ്നം എന്നത് ഒരു ലക്ഷ്യസ്ഥാനത്തിന്റെ വാതിലാണ്. ആ വാതിലിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇതിൽ ഡോക്ടർ അബ്ദുൽ കലാം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രോജക്ട് വിശകലനം നടത്താൻ നോക്കിയപ്പോൾ അത് ഒന്ന് തകർന്നുപോയി. പക്ഷേ എന്നാലും അദ്ദേഹം കൈവിട്ടിരുന്നില്ല. അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു. ഇതേമാതിരിയായിരിക്കണം നാം എല്ലാവരും. സ്വപ്നത്തില് ജയവും തോൽവി എല്ലാം ഉണ്ടാവാം. പക്ഷേ നമ്മൾ കൈവിടരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നത് ഗാന്ധിജി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ ഗാന്ധിജി. അദ്ദേഹം രാത്രി ഒരു സ്വപ്നം കണ്ടു. ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരുന്നു. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ച് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നു. അതുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ കിട്ടുന്നത്. കൂട്ടുകാരെ, നമ്മൾ സ്വപ്നം കാണണം. സ്വപ്നം ഒരിക്കലും അവസാനിക്കുകയില്ല. സ്വപ്നത്തിന് അതിരില്ല. എല്ലാവരും സ്വപ്നം കണ്ട് മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ സ്വപ്നത്തെ കുറിച്ചാണ്. എന്റെ സ്വപ്നം തന്നെ ഒരു IAS ഓഫീസർ ആവണം എന്നതാണ്. കുന്നോളം സ്വപ്നം കണ്ടാൽ കുന്നിക്കുരിയെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു വാക്കാണ്. സ്വപ്നം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നതല്ല സ്വപ്നം, അത് പ്രാവർത്തികമാകുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്നതാണ്. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലൂയി ബ്രെയിൽ എന്നത് ആളുടെ മൂന്നാമത്തെ വയസ്സിൽ അച്ഛന്റെ പണിപ്പുരയിൽ പോയി ഒരു ഉളി കൊണ്ട് കണ്ണ് പോയി. അദ്ദേഹം അന്ന് സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന് കാഴ്ച പരിമിതരായുള്ളവർക്ക് വേണ്ടി വായിക്കാനും എഴുതാനുമായിട്ടുള്ള ഒരു ലിപി തയ്യാറാക്കണം. അങ്ങനെ അയാൾ പ്രയത്നിച്ചു. അങ്ങനെ അയാളുടെ പ്രയത്നത്തിന്റെയും സ്വപ്നത്തിന്റെയും ഫലമായി അയാൾ ബ്രെയിൽ എന്ന ലിപി കണ്ടെത്തി. അതേപോലെയാണ് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ തൊഴിൽ എന്നീ എല്ലാത്തിനും വേണ്ടി അദ്ദേഹം സ്വപ്നം കണ്ടു. അതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാം. നമുക്ക് എല്ലാവർക്കും നല്ല നല്ല സ്വപ്നങ്ങൾ കാണാം. നാം എല്ലാവരും നല്ല സ്വപ്നങ്ങൾ